ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തത് നമ്മുടെ ഇറ്റാലിയൻ ഈ അറ്റാക്ക് എപ്പിക് പാക്ക് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ് മച്ചാമാരെ. അപ്പൊ നമ്മളിതാ ഗൈസ് ആ ഒരു ട്രിക്കിലേക്ക് കിടക്കാൻ പോവാണ്. അതിന് മുമ്പായി മച്ചാമാരെ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ട് സബ് ചെയ്യാൻ നമ്മൾ റോഡ് ടു 8K മച്ചാമാരെ. അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക. നമുക്ക് ഈ ഒരു വീഡിയോക്ക് 1K ലൈക്ക് പ്രതീക്ഷിക്കുന്നു മച്ചാമാരെ. എല്ലാവരും ഉഷാറാക്കുക, പവറാക്കുക. അതുപോലെ നൈറ്റ് നമ്മൾ ഡെയിലി 8 മണിക്ക് ലൈവ് ഉണ്ടാവും, നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാം മച്ചാമാരെ. അപ്പം ഇന്ന് പറയാൻ പോണെന്ന് വെച്ചാൽ കുറച്ച് കാര്യമുണ്ട്. കാരണം ഈ ഗൈസ് ഇത് എല്ലാവരും ഒന്ന് കേട്ടിട്ട് വേണം നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ. കാരണം ഗൈസ് ഈ ഒരു വീഡിയോന്റെ നമ്മുടെ എപ്പിക് ട്രിക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല മച്ചാമാരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ലെജൻഡ് ആയിരുന്ന നമ്മുടെ ഡെന്നിസ് ലോ മരണമില്ല, RIP ആണ്. അപ്പം എന്താ പറയുക, കുറെ പേര് ഫ്രീ കാർഡ് ആ ഒരു കാര്യത്തെ പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ ഓൾറെഡി ഗൈസ് എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഒരാളുടെ എന്താ പറയുക ഡെന്നിസ് ലോ മരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക കുറെ യൂസേഴ്സ്, അതായത് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്, എന്താ പറയുക ആ കാർഡ് ഫ്രീ തരുമോ കൊനാമി, ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ മച്ചാമാരെ നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല, ഓൾറെഡി കുറെ പേര് ചോദിച്ചത് കൊണ്ടും പിന്നെന്താ പറയുക നമ്മൾ കുറെ ഇത് കണ്ടായിരുന്നു. കാരണം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റിയാലിറ്റിയിലേക്ക് വന്നത്. കാരണം മച്ചാമാരെ അത് സത്യം പറഞ്ഞാൽ പറയണമല്ലോ. കാരണം വേറെ ഒന്നല്ല ഗൈസ്, ഓൾറെഡി നമ്മുടെ ഡാറ്റാബേസിലായാലും പിന്നെ സൈറ്റിലായാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുട്ബോൾ പാക്ക് ഹബിലും എന്താ പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇതൊരു എന്താ പറയുക സത്യം പറഞ്ഞാൽ ഡെന്നിസ് ലോ നല്ലൊരു പ്ലെയർ ആണ്. അപ്പം എന്താ പറയുക ഓൾറെഡി നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ക്ലബ് പാർട്ട്ണർ കൂടി ആയതുകൊണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്മുടെ ഈ ഫുട്ബോളിന്റെ ഒരു പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ ക്ലബ് ആണല്ലോ, പാർട്ട്ണർ ആണല്ലോ. അപ്പം ബാർസലോണയൊക്കെ അതിൽ വരുന്ന ഒരു പാർട്ട്ണറാണ്. അപ്പം ഗൈസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കാരണം ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം. നമുക്ക് അറിയാം ബെക്കംബർ, ഇതേപോലെ തന്നെ ബെക്കംബറിന്റെ സമയത്തും എൻ്റെ ആ വീഡിയോ ഇല്ല ഗൈസ്. ഇത് ഒരിക്കലും എന്താ പറയുക ഒരു സെലിബ്രേഷൻ ആക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം ഡെന്നിസ് ലോന്റെ കാര്യത്തെ പറ്റി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ബെക്കംബർ ഇതായിരുന്ന സമയത്ത് ഈ ഫുട്ബോൾ ഓൾറെഡി എന്താ പറയുക ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പം ആ ഒരു പോസ്റ്റിന് ശേഷം നമുക്ക് എല്ലാവർക്കും 50 ഫ്രീ ട്രൈ തന്നിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു 50 ഫ്രീ ട്രൈന് നമുക്ക് ബെക്കംബറിനെ ഓൾറെഡി കിട്ടിയിരുന്നു. അപ്പോൾ എനിക്കും കിട്ടിയിരുന്നു. കാരണം ആ വീഡിയോ ഇല്ല എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. അപ്പോൾ മച്ചാമാരെ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100% ഷുവറാണ്. കാരണം ചൈനീസിലൊക്കെ ഏകദേശം ചില ചൈനീസിന്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു, പക്ഷേ സ്ക്രീൻഷോട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതിപ്പോൾ കാണുന്നുമില്ല. അപ്പോൾ മച്ചാമാരെ ഓൾറെഡി ചൈനീസ് വേർഷനിലൊക്കെ ഇനി അത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓൾറെഡി ഗൈസ് നമ്മുടെ ഡെന്നിസ് ലോന്റെ പാക്ക് നമുക്ക് എല്ലാവർക്കും ഫ്രീ തരും. കാരണം കൊനാമി വേറൊന്നുമല്ല, ഓൾറെഡി ഒഫീഷ്യൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പാർട്ട്ണർ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും യൂസേഴ്സിന് എല്ലാവർക്കും തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക ഡെന്നിസ് ലോ അങ്ങനെ എന്താ പറയുക ഇതായി. അപ്പം മച്ചാമാരെ അതൊക്കെ വിട്ടു. അപ്പോൾ നമ്മളത് വിട്ടു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക 2025 കോയിൻ നമുക്ക് എല്ലാവർക്കും ഫ്രീ തരുന്നുണ്ട്. പക്ഷേ 50,000 യൂസേഴ്സിൽ നമ്മൾ എന്തായാലും ഭാഗ്യവന്മാരാവട്ടെ ഗൈസ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ പറയുക ഡെന്നിസ് ലോന്റെ കാർഡ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ഓൾറെഡി ഗൈസ് എന്താ പറയുക കൊനാമി മിക്കവാറും ഈ വരുന്ന വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വരുന്ന തിങ്കളാഴ്ച മിക്കവാറും ഫ്രീ കാർഡാണ് ഗൈസ്. 50 ഫ്രീ ട്രൈ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും, എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മളതൊരു ഇതുപോലെ ആക്കുന്നില്ല എന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ടും മച്ചാമാരെ നിങ്ങൾ എല്ലാവരും എന്താ പറയുക 2025 ഈ ഫുട്ബോൾ കോയിൻ ക്യാമ്പയിന് നിങ്ങൾ ഒരു എന്താ പറയുക ആ ഒരു ആളാവട്ടെ, യൂസർ ആവട്ടെ. കാരണം അവർ 50,000 യൂസേഴ്സിനാണ് തരുന്നത്. എന്തായാലും ഞാനും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും നമ്മളെല്ലാവരും എന്താ പറയുക അതിലൊരു ആളായി മാറട്ടെ. എന്തായാലും നമുക്ക് 2025 കോയിൻ കിട്ടട്ടെ മച്ചാമാരെ. അപ്പോൾ എന്തായാലും മച്ചാമാരെ എൻ്റെ 315 കോയിൻ ഉണ്ട്. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഇന്ന് തൊട്ട് നമ്മൾ ഫ്രീ ട്രൈ ഒരു ചാൻസ് ഡീൽ അങ്ങനെ തീരുകയാണ്. അപ്പോൾ എന്താ പറയുക രാവിലെ തന്നെ ഞാനിതാ 100 കോയിൻ കൊടുക്കാൻ പോകണം, നമുക്ക് നോക്കി നോക്കാം മച്ചാമാരെ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഡെൽപിയാരോ എടുക്കുന്നു, ജസ്റ്റ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഓക്കെ ഗൈസ്, എന്തായാലും ഒരു വിശ്വാസമുണ്ട് കൊനാമി രാവിലെ തന്നെ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ തരുമെന്ന്. മച്ചാമാരെ ഇന്നലത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ട് ഉറപ്പായിട്ടും പോയി കാണും. നമ്മുടെ 5000 കോയിൻ ആദ്യമായിട്ടുള്ള ഒരു അക്കൗണ്ടിലെ പാക്ക് ഓപ്പണിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറാക്കി എന്താ പറയുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ മച്ചാമാരെ. ഞാനെന്താ ഡെൽപിയാരോനെ മെല്ലെയാണ് ചെയ്യുന്നത്, കാരണം നിങ്ങൾ ഓൾറെഡി ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു അക്കൗണ്ട് കൊണ്ട് നമ്മുടെ ചെക്കന്മാർക്കൊക്കെ കുറേ പേര് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട് ചെയ്ത് നോക്കുകയാണ്, കാരണം പ്രൊബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മച്ചാമാരെ ഞാൻ പറയുന്നത് വേറൊന്നുമില്ല, ഈ ഒരു ട്രിക്ക് ചെയ്യുമ്പോൾ മച്ചാമാരെ നിങ്ങൾ 100 കോയിൻ കൊടുക്കുമ്പോൾ ഒരു നമ്മുടെ 6 മണിയില്ലേ ആ ഒരു സമയത്തൊന്ന് കൊടുത്തു നോക്കട്ടെ. കാരണം ആ ഒരു സമയത്ത് കിട്ടുന്ന കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ മച്ചാമാരെ. അതിന് ശേഷം ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തു, ജസ്റ്റ് ബാക്ക് ഇറങ്ങി, വീണ്ടും ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു, ബാക്ക് ഇറങ്ങുന്നു ഗൈസ്. അപ്പം അതിനുശേഷം നമ്മൾ നക്കാറ്റേനെ എടുക്കുന്നു, ബാക്ക് ഇറങ്ങുന്നു ഗൈസ്. നിങ്ങൾക്ക് ആരെ കിട്ടി ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. നക്കാറ്റേനെ എടുക്കുന്നു, ബാക്ക് ഇറങ്ങുന്നു ഗൈസ്. അതിനുശേഷം നമ്മുടെ മൊറാറ്റേനെ എടുക്കുന്നു, ബാക്ക് ഇറങ്ങുന്നു. CF ആട്ടോ, മൊറാറ്റേനെ എടുക്കുന്നു, ബാക്ക് ഇറങ്ങുന്നു. അപ്പം ഗൈസ് അതിനുശേഷം നമ്മുടെ വീണ്ടും മൊറാറ്റേനെ 3 പ്രാവശ്യം എടുത്തു കേട്ടോ, ബാക്ക് ഇറങ്ങി. അതിനുശേഷം നമ്മുടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്, കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ലാസറിനെ എടുക്കുന്നു. നമ്മുടെ ലാസർ AMF പ്ലെയർ ആണ്, 82 ഉള്ള റേറ്റഡ് ഉള്ള
ഗൈസ്. അതിനുശേഷം നമ്മുടെ എന്താ പറയാ വീണ്ടും ലാസറിന് 3 പ്രാവശ്യം എടുത്തു കേട്ടോ. റൊട്ടേറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഗൈസ്. ഏകദേശം ട്രിക്കിനോട് എന്താ പറയാ അനുബന്ധിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് മച്ചാമാരെ. അപ്പൊ ഞാൻ എന്താ പറയാ 100 കോയിൻ കൊടുക്കുകയാണ്. എനിക്ക് ഇതിനകത്ത് നമ്മുടെ ഡെൽപിയാരും ഇൻസാഗിനും കുഴപ്പമില്ല. 2 പ്രാവശ്യം ഗൈസ് ഞാൻ ക്യാൻസൽ കൊടുത്തിട്ട് 3ാമത്തെ ട്രയൽ 100 കോയിൻ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം മച്ചാമാരെ. ഉറപ്പായിട്ട് കിട്ടും ഒരു വിശ്വാസമുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. ഇറ്റ്സ് കൊനാമി രാവിലെ തന്നെ തരുമോ? ഓ ഇല്ലടാ, എന്റെ പാക്ക് ഓപ്പൺ എനിക്കില്ല മച്ചാമാരെ. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് മച്ചാമാരെ 100-200 കോയിൻ ഇട്ടാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മച്ചാമാരെ. അപ്പൊ ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം നമ്മുടെ ഡെനിസ് ലിയോന്റെ കാർഡിനെ പറ്റിയൊക്കെ നിങ്ങൾ എല്ലാവരും. നമുക്ക് ബാണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 സ്റ്റാർ പ്ലെയർ ആണ് കിട്ടിയ. LMFW ആണ് ഗൈസ്. അപ്പൊ കുഴപ്പമില്ല. എന്തായാലും ഞാൻ അങ്ങനെ ഇതാക്കി എന്തായാലും മച്ചാമാരെ. അപ്പൊ ഉറപ്പായിട്ട് എന്താ പറയുക, നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ നോക്കുക. ഉറപ്പായിട്ട് മച്ചാമാരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഉറപ്പായിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക മച്ചാമാരെ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എന്താ പറയാ ഇനി വരുന്ന കാര്യങ്ങളൊക്കെ പറയാട്ടോ ഗൈസ്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. പാച്ച് ഡൗൺലോഡിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. നൈറ്റ് 8 മണിക്ക് ലൈവ് കാണുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്. എല്ലാവരും ഉഷാറാവുക. അതുപോലെ തന്നെ എല്ലാവരും ചാനൽ ഒന്ന് സബ് ചെയ്യാൻ മച്ചാമാരെ. എല്ലാവരും അടിപൊളിയാക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.